ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ 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 സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എൻ്റെ ഐറൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് ഞാൻ വല്യമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷമാണ് കേട്ടോ തികയുന്നത്. അപ്പോൾ ഇന്നിതാ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നായവർക്ക് മോൾക്ക് നോർമൽ ഡെലിവറി അല്ലായിരുന്നു കേട്ടോ, ഓപ്പറേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 5 ദിവസത്തോളം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലൂടെ പാഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം ഉറങ്ങിയിട്ടില്ല. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം എനിക്ക് ഇപ്പോഴും ഉറക്കം റെഡി ആവാത്തതുകൊണ്ട് പിന്നെ നല്ല സൗണ്ടിനും ഒക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. കാരണം നമ്മളൊരു 3-4 ദിവസമായിട്ട് ഇതിൻ്റെ തിരക്കിലായിരുന്നു. രാത്രിയായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യാനും കാര്യത്തിൽ പകൽ മുഴുവൻ വീട്ടിലോരോ പണികളും കാര്യങ്ങളും. പിന്നെ ഐറൂന് വയ്യ, അപ്പോൾ അവന് സുഖമില്ലാത്തതുകൊണ്ട് ഫുഡൊക്കെ ഒന്ന് കറക്റ്റ് കൊടുക്കാനും ഇവിടെ ആകുമ്പോൾ എല്ലാവരും മാറി മാറി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പം ഫുഡൊക്കെ അവൻ ഇവിടുന്ന് പെട്ടെന്ന് കഴിച്ച് റെഡി സെറ്റാവാൻ വേണ്ടിയിട്ട് 2 ദിവസം ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ മുഴുവൻ അവൻ്റെ പിന്നാലെ അങ്ങ് നടക്കും. പിന്നെ രാത്രി അവൻ ഉറങ്ങിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യലും. അതിൻ്റെ കൂടെ നമ്മുടെ ഷോപ്പിങ്ങും, കാരണം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്നാലും വേണ്ടില്ല, ആ പരിപാടി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല അടിപൊളി ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രശ്നം മൈൻഡ് ചെയ്യാതെ വിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഇന്നലെ ആണെങ്കിൽ ലാസ്റ്റ് ഡേ ആണല്ലോ, മോളെ ഡ്രസ്സ് അത് ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് ഞാനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഏറ്റിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തോളാം അതിന് അടിപൊളി ആക്കി തരാമെന്നൊക്കെ. അപ്പോൾ അവൾ എന്നെ ഏൽപ്പിച്ചതല്ലേ, അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ ചുരിദാർ തയ്ക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങി സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സൗണ്ടിന് അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇന്നലെ ഇടേണ്ടതായിരുന്നു, എന്താ പറയുക, പ്രോഗ്രാമിൻ്റെ അന്ന്. പക്ഷേ എനിക്ക് അതന്നെ ഈ സൗണ്ട് ഇല്ലാത്ത പ്രശ്നം കൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നെങ്കിലും എനിക്ക് ഇടാഞ്ഞിട്ട് എന്താ പറയുക ഭയങ്കര ഒരു ബുദ്ധിമുട്ടും. അപ്പോൾ വേഗം എഡിറ്റ് ചെയ്ത് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് എൻ്റെ കുറേ എന്താ പറയുക പാക്കിങ് കാര്യങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച ശേഷം ഞാൻ താഴത്തേക്ക് ഇന്ന് പോയി കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഇതാണ് അവൻ്റെ എൻട്രി ജീപ്പ്. അതായത് അവൻ്റെ ബർത്ത്ഡേ പരിപാടിക്ക് അവൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ഒരു ജീപ്പിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഇന്നലെ രാത്രിയാണ് എത്തിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മോളെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അതാ ഞങ്ങൾ ഷോപ്പ് ചെയ്ത് ഇതാണ് കേട്ടോ, ഇതാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് ഈ കാണുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വന്നപ്പോൾ മോളെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ്. ഞാൻ ഐറൂസിന് വണ്ടിയൊക്കെ ഇട്ട് ഈ വന്നതാണ്. അവനാണെങ്കിൽ പറയണ്ട, ഈ വണ്ടി അങ്ങോട്ട് കണ്ടപ്പോൾ ഭയങ്കര ത്രില്ല് കേട്ടോ. ഒരു വണ്ടി കയറാം, പിന്നെ അടുത്ത വണ്ടി ഈ കുഞ്ഞു വണ്ടിയിൽ കയറാം. ഇതൊക്കെ അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ജീപ്പ് പിന്നെ അവൻ്റെ ഉപ്പച്ചി വാങ്ങിയതാണ് അവൻ എൻട്രിക്ക് വേണ്ടി. ഞങ്ങൾ ആദ്യം വാടക എടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, അത് ഐറൂസ് അവൻ എൻ്റെ സ്വന്തമായിട്ട് വാങ്ങണം എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി അതൊക്കെ കൊണ്ടുവന്ന് അവനാണെങ്കിൽ അത് കയറിയിട്ട് പിന്നെ ഇറങ്ങുന്നേ ഇല്ലട്ട് വണ്ടിയിൽ നിന്ന്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഞാൻ കരുതി അതിൻ്റെ പാട്ട് അതിൽ നിന്ന് വരുന്ന മ്യൂസിക്കൊക്കെ കേട്ടുമ്പോൾ അവൻ പേടിക്കുന്നു. എവിടെ അവൻ അതിൽ നിന്ന് ഇറങ്ങണമെന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാനിത് എടുത്തത് അതിലൊന്ന് ഉൾക്കൊള്ളിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്കിങ്ങൊക്കെ രാവിലത്തെ ഒരുവിധം കുറച്ച് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഒരു 9 മണിയോടുകൂടി താഴേക്ക് ഇറങ്ങി വന്ന് മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഉച്ചക്കാണെങ്കിൽ 2 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് റിസോർട്ടിലെത്തണം. അപ്പോൾ ഞാൻ അവിടെ പരിപാടി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, റിസോർട്ടിലാണ് കേട്ടോ മോൻ്റെ ഐറൂസിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. സ്റ്റേജ് അങ്ങനെ ഹാളൊന്നുമല്ല, റിസോർട്ടിൽ എല്ലാവരും കൂടെ സ്റ്റേ ചെയ്യാണ്. അതായത് മോളുൻ്റെ ഞങ്ങളും അതായത് മോളുൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അങ്ങനെ 2 ഫാമിലിയും പോരാത്തതിന് മോളെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ, അങ്ങനെ എല്ലാവരും കൂടി ഒരു കുറച്ച് ആൾക്കാർ 100-150 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അവരെല്ലാവരും കൂടി അവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാത്രി ഫുള്ളും അടിപൊളിയായിട്ട് ആഘോഷിച്ച് പിറ്റേന്ന് പിരിയുക. ഇതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാക്കിംഗ് ഉള്ളത് ഇത്രയും കൊണ്ടുപോകാനും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐറൂസിനുള്ള ഫുഡ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ്. കഞ്ഞി ഞാൻ ഇവിടെ വെച്ചോളാം, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ അവരെത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, വേഗം
പോകണം. കാരണം അവിടെ 2 മണിയാകുമ്പോഴേക്കും എത്തണം. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ മോളെ ഹസ്ബൻഡ് അവിടെ എത്തൽ നിർബന്ധമാണ്. അപ്പോൾ പറഞ്ഞു കഞ്ഞി നമുക്ക് അവിടെ എത്തിയിട്ട് കൊടുക്കാൻ പറ്റിയേ. പിന്നെ ഓന് മോളെ ഹസ്ബൻഡിൻ്റെ പേര് അൻസാർ എന്നാണ് കേട്ടോ. അപ്പോൾ അൻസാറിന് അവിടെ എത്തണം എന്നുണ്ട്. കാരണം എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ അവനെല്ലാം ഏൽപ്പിച്ചത്. അപ്പോൾ എല്ലാവരും അവനെ ഇണങ്ങ് വിളിക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഇറങ്ങണം, നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുന്ന് ഐറൂസിന് ഒരുക്കാൻ കഞ്ഞിയൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പം മക്രോണി കണ്ടപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് മൂക്ക്. അപ്പോൾ ഞാൻ ഐറൂസിന് പാലൊക്കെ റെഡിയാക്കുന്ന നേരത്തെ അവൾ അത് വേഗം വേഗം വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതാ ഫ്ലാസ്കിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുപ്പി പാലുണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും അവൻ കരയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് അവനെ വിഷമിപ്പിക്കാൻ പാടില്ല. പിന്നെ അതുമാത്രമല്ല അവന് വിശക്കാനും പാടില്ല. കാരണം അവന് വിശന്ന് കഴിഞ്ഞാൽ ആകെ അലമ്പാക്കും. ഉറക്കും വിശപ്പും അവന് ഉണ്ടാകാൻ പറ്റില്ല കേട്ടോ. അപ്പം അവന് ശരിക്കും ആ ഒരു ഫോട്ടോയിലും വീഡിയോയിലൊക്കെ അടിപൊളിയായി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഹാപ്പിയായി നിൽക്കണം. അപ്പോൾ അവൻ ഹാപ്പി ആവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാല് പിന്നെ അവൻ്റെ കഞ്ഞി കാര്യങ്ങളൊക്കെ കൊടുത്താൽ അവൻ സെറ്റാവും. അപ്പോൾ പിന്നെ കഞ്ഞി കൊടുക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കഞ്ഞി വേഗം പാക്ക് ചെയ്തിട്ടോ മിക്സിയിൽ അടിച്ചിട്ട് അവനൊരു പാത്രത്തിലാക്കി പാക്ക് ചെയ്ത് അത് സെറ്റാക്കി വെച്ചു. പിന്നെ എന്താ പറയുക, ഒരു കുപ്പി പാലും ഉണ്ടാക്കിയാണ് വേഗം ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇനി പോകുന്ന വഴിക്ക് അവന് കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ കൊടുക്കാം, അവിടെ എത്തിയിട്ട് കഞ്ഞി കൊടുക്കാമെന്ന് കരുതി. പിന്നെ എന്താ പറയുക, ഇവർക്കാണെങ്കിൽ ഡ്രസ്സ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എത്തി 3 മണി മുതൽ ഇപ്പോൾ എന്താ പറയുക ഫോട്ടോഷൂട്ടാണ്. 5 മണിക്ക് ശേഷമാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 മണിക്ക് തുടങ്ങിയാൽ പിന്നെ രാത്രി ഫുള്ളും പ്രോഗ്രാമാണ്. അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഫോട്ടോഷൂട്ടിന് അവിടെ എത്തണം. അതിന് അവരൊരു തീമുണ്ട്, ഒരു ഡ്രസ്സ് കളർ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മോളുവിന് 3 തരത്തിലുള്ള ഡ്രസ്സാണ്. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ ഇവിടെയായിരുന്നു. അപ്പോൾ കാരണം അതൊക്കെ അയൺ ചെയ്യാനും ഒക്കെ സെറ്റാക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ചാൽ ഒക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. കാരണം ഐറൂനി കൊണ്ട് കഴിയില്ല. അവനിങ്ങനെ ചെറിയൊരു പനി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ശീലക്കേടാണ്, എപ്പോഴും ഒരു കരച്ചിലും പീച്ചിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ നോക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്നലെ രാത്രി പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഡ്രസ്സൊക്കെ മോളുവിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ വെച്ച് ഞാനൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കി വെച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഐറൂൻ്റേത് മാത്രമാണ് അവിടെ. അത് പിന്നെ അൻസാർ ഒക്കെ പുതിയത് വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ 3 ടൈപ്പ് കളർ ഡ്രസ്സുകൾ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയുക ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ തന്നെ ഞങ്ങൾ ഒരു 2 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കക്കാടംപുഴയിലാണ്, കേട്ടിട്ടുണ്ടാവും, അധികം പേര് കേട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോണത്. മോള് പിന്നെ 1-2 അവരുടെ സേവ് ദ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനെ വളഞ്ഞ് കുളിഞ്ഞുള്ള റോഡാണ്. ഒരു ചുരത്തിനൊക്കെ കയറുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതിന് ചെറുതായിട്ട് ചെവിയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. എന്തായാലും പിന്നെ അവിടെ എത്തി അടിപൊളി സ്ഥലം കേട്ടോ. ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു വയനാട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല കാണാനും നല്ല പ്രകൃതി രമണീയമായ എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവമാണ് അവിടെ എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ചാണ് കേട്ടോ കണ്ട് ഇങ്ങനെ ഇറങ്ങി. പക്ഷേ അതൊന്നും അവർക്ക് നേരമില്ല കേട്ടോ. കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ടെൻഷനാണ്. അതായത് ഫോട്ടോഷൂട്ടിന് അവർ വന്ന് ക്യാമറമാൻ അവിടെ വെയിറ്റിങ്ങിലാണ്, ഐറൂസിന് സെറ്റാക്കി കൊടുക്കണം, ഇതിൻ്റെയൊക്കെ ടെൻഷനിലാണ് മോളും ഹസ്ബൻഡും. പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് വന്ന കാഴ്ചകളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ നടക്കണം കേട്ടോ. എന്തായാലും ഞങ്ങൾ കൊണ്ടുവന്ന ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റൂമിലേക്ക് അവിടെ ആൾ വന്ന് ഒക്കെ കൊണ്ടുപോകാനൊക്കെ അവിടെ ആളുണ്ട് കേട്ടോ. മുൻഭാഗത്ത് തന്നെ സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് നമ്മുടെ റൂമിലേക്ക് എത്തിച്ച് തന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അടിപൊളി എനിക്ക് തോന്നി. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിന്ന റിസോർട്ടിനേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇവിടെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് റേഞ്ചിൻ്റെ മാത്രമാണ്. പക്ഷേ അത് വൈഫൈയും റൂമിലൊക്കെ എത്തിയപ്പോൾ വൈഫൈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതും സെറ്റായി. കാരണം നമുക്ക് വീഡിയോ കോൾ ചെയ്യാം, പിന്നെ എന്താ പറയുക ചാറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് നേരിട്ടുള്ള കോളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. വൈഫൈ ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യം സെറ്റായി. വേറെ ഒരു പ്രശ്നം എനിക്കിവിടെ തോന്നിയില്ല കേട്ടോ. നല്ല അടിപൊളി സ്ഥലവും റൂം, അവിടുത്തെ ആൾക്കാരെ പെരുമാറ്റം, അവർ നമ്മളെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്, ഫുഡിൻ്റെ കാര്യം, എല്ലാ കാര്യവും എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. മറ്റേ റിസോർട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ അതിന് ഞാനൊരു 100-ൽ ഒരു 50 മാർക്കേ കൊടുക്കുള്ളൂ. ഇതിന് ഞാൻ 100-ൽ 100 കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി എനിക്ക് തോന്നി. ചെന്ന് കയറിയപ്പോഴേ ഒരു തണുത്ത എന്താ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിവിടെ നമ്മുടെ നാട്ടിലല്ല വേറെ എവിടെയോ ഒരു ഊട്ടിയിലോ അല്ലെങ്കിൽ വയനാടോ അവിടെയൊക്കെ ചെന്നൊരു ഫീലായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ
അതിൻ്റെ റിസപ്ഷൻ്റെ ആ ഭാഗത്ത് അവിടെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ സ്വീകരിക്കാനും നോക്കാൻ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാനൊക്കെ അവിടെ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബോക്സ് നമ്മുടെ ലഗേജൊന്നും നമുക്കൊന്നും എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഒക്കെ അവർ കൊണ്ടുപോകും. അപ്പോൾ ഇതാ ഇവിടെ ഫോട്ടോഗ്രാഫറാണ്, അവരാണ് ആ പോകുന്നത് കേട്ടോ. അവർ നമ്മളെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഐറൂസിൻ്റെ ബർത്ത്ഡേക്ക് ഒരു സ്റ്റേജിനൊരു തീമുണ്ട്. അതായത് ഒരു ബ്ലൂ വൈറ്റ് എന്നുള്ള കളറിലും പിന്നെ എന്താ പറയുക ഒരു ബേബി ബേബി ബോസ് എന്നുള്ള ഒരു സംഭവമൊക്കെ ആയിട്ടുള്ള തീമൊക്കെ ഒരുക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യണത്, സ്റ്റേജ് ഒരുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണിക്കാരുണ്ട്, അതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരത് അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടോ ഇങ്ങനെ നടന്നിങ്ങ് പോട്ടെ. അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീടെടുക്കപ്പോൾ മോള് പറയുന്നത് ഇതൊക്കെ എന്തിനാ വെച്ച് എടുക്കണമെന്ന് പറഞ്ഞു. കാരണം എനിക്കത് സ്ഥലം കണ്ടപ്പോൾ ഞാനിവിടെ ഒരു ടൂറൊക്കെ പോകുന്ന പോലെ എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആ ഒരു സ്ഥലം കണ്ടാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാനതെങ്ങനെ വീടെടുത്ത് പോകുന്നു. ഇപ്പുറത്ത് കണ്ടോ ഈ ഭാഗത്താണ് ഇവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. സ്റ്റേജിൽ നിന്നല്ല ഇങ്ങനൊരു സംഭവം ഒരുക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ പണികൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ റൂമിലേക്ക് പോവാണ്. അത്യാവശ്യം ഇങ്ങനെ നടക്കാനുണ്ട്, ഏരിയ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു സ്ഥലത്ത് നമ്മൾ മറ്റു സ്ഥലത്ത് ഇങ്ങനെ എല്ലാത്തിനും നടക്കണം. പക്ഷേ നിറച്ച് പൂക്കളും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരുപാട് സ്പേസ് ഉണ്ട് നടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. എല്ലാവരും അധികം ആൾക്കാർ ഇവിടെ പോയ ആൾക്കാരായിരിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് കേട്ടോ അതിൻ്റെ ഈ ഒരു സന്തോഷത്തിൽ പറയാൻ കാരണം. അപ്പോൾ ഇനിയുടെ ആരും വരാത്തവരുണ്ടെങ്കിൽ അടിപൊളിയാണ് കാണാനും നമുക്കൊരു ദിവസം തങ്ങിപ്പോകാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വേഗം ആദ്യം റൂമിലേക്കാണ് പോയത്. ഇതാണ് കേട്ടോ റൂം ഫസ്റ്റ് വന്ന് കയറുമ്പോൾ അതാ ഇവിടെ തന്നെ സംഭവം പാൽപ്പൊടി ചായപ്പൊടി ഇങ്ങനെ സംഭവം മറ്റേ റിസോർട്ടിൽ ഈ സംഭവമേ ഇല്ലായിരുന്നു കേട്ടോ. പാൽപ്പൊടി ചായപ്പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിവിടെ വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അതിനൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കെറ്റിലും വെച്ചിട്ടുണ്ട്, ചുടുവെള്ളം പിന്നെ പൈപ്പിൽ തന്നെ നമുക്ക് ചുടുവെള്ളവും തണുത്ത വെള്ളമുണ്ട്. പിന്നെ അതിനപ്പുറത്ത് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. നല്ല വലിയ റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ്. പിന്നെ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു വരാന്ത പോലെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ TV AC ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഫാനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ട് ആ റൂമും കാര്യങ്ങളൊക്കെ ഒരു തെറ്റും പറയാനില്ല. നല്ല പൊള്ളി ലുക്കായിരുന്നു. ഇനി പുറത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ അധികമൊന്നും പോയി എവിടെ നിന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ബാൽക്കണിയിൽ വന്നപ്പോൾ മോളും ഹസ്ബൻഡും അവിടെ ബാൽക്കണിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്തുള്ള റൂമാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളെ റൂമിൽ നിന്ന് ആ ബാൽക്കണിയിൽ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂളും നല്ലൊരു വ്യൂ ആണ്. സ്വിമ്മിംഗ് പൂളും കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴേ നമുക്ക് ചാടണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം ചാടിയതിന് ക്ഷീണം ഞങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. നീനുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അലർജിയും ചെവി വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂന്ന് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നീനുട്ടിക്കാണ് അത് ആ വെള്ളത്തിലധികം മുങ്ങി കുളിച്ച് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങളൊന്നും പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ മോളുൻ്റെ ഞങ്ങളെ റൂം ഒന്നാമത്തേത് തന്നെ, രണ്ടാമത്തെ റൂം മോളുവിൻ്റെ റൂമാണ് കേട്ടോ. കാരണം ഐറൂസിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോരാനും വരാനൊക്കെ വേണ്ടിയിട്ട് അടുത്തടുത്ത് റൂം എടുത്തതാണ് ഞങ്ങൾ. അങ്ങനെ അധികം നേരം നമുക്ക് കാഴ്ചകൾ കണ്ട് നിൽക്കാൻ സമയമില്ല. വേഗം വരും. ഇവിടെ ഡ്രസ്സിൻ്റെ ഒരുക്ക കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കളറ് ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ കളറിലാണ് ആദ്യം ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഐറൂസിൻ്റെ കോസ്റ്റ്യൂം. നല്ലൊരു അടിപൊളി ബ്ലൂ കളറിൽ പാൻറ്റും കോട്ടും പിന്നെ ഉള്ളിൽ ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ് ഒരു ബ്ലാക്ക് ജുബ്ബ, പിന്നെ അതിലേക്ക് പാൻറ്റ്, പിന്നെ ഒരു പാട്ടിയാല പോലെയുള്ള പാൻറ്റും അതിലേക്ക് ഒരു എന്താ പറയുക ട്രഡീഷണൽ ഡ്രസ്സില്ലേ ആ ഒരു ഇതാണ് സംഭവം. വൈറ്റ് പാട്ടിയാല പോലെയുള്ളതും അതിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തി പോലെയുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവനുള്ള ഡ്രസ്സ്. അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ആദ്യം ബ്ലൂ ആയതുകൊണ്ട് തന്നെ മോളും ഡ്രസ്സൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവളുടെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പിന് എന്താ പറയുക ആളെ ഞങ്ങൾ വിളിച്ചിട്ടില്ല. കാരണം ഹെവി മേക്കപ്പ് വേണ്ടാന്ന് കരുതി. അപ്പോൾ ഇത്രയും സംഭവം ഒരുക്കിയിട്ടും മേക്കപ്പിൻ്റെ ആളെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ മോളിന് അങ്ങനെ കൂടുതൽ മേക്കപ്പ് ചെയ്യുമ്പം എനിക്കറിയില്ല, ഒരു ഭംഗി അങ്ങനെ തോന്നാറില്ല കേട്ടോ. ഞാൻ പറയാം അങ്ങനെ വേണ്ട, നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് മതി എന്നൊക്കെ പറഞ്ഞിട്ട്
നീനൂട്ടിയാണ് കേട്ടോ മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ അവൾ ഇപ്പോൾ ഈ ഏവിയേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത് കൊണ്ട് തന്നെ പഠിക്കണതുകൊണ്ട് കാര്യങ്ങൾ അവൾ അവിടെ ഗ്രൂമിങ്ങും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ച് അവൾ തട്ടിമുട്ടി മേക്കപ്പൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. ഓവറായിട്ട് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുന്നതും എനിക്കും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ മതി എന്നൊക്കെ പറയും. ഇവിടെ ഞങ്ങൾ ഐറൂസിനെ കൊണ്ടൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം ബ്ലൂ കളർ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഫോട്ടോ നമുക്കിപ്പോൾ ചെറിയ മക്കളാകുമ്പോൾ നമുക്ക് അവരെ വിചാരിച്ച പോലെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അവൻ എങ്ങനെയാണോ നടക്കുന്നത് അവനെ നിലത്തണ്ട് ഇരുത്തി അവൻ നടക്കുന്ന പിന്നാലെ ക്യാമറമാൻമാരും നടക്കുമായിരുന്നു കേട്ടോ. അവർ എങ്ങനെയാണോ അവന് കിട്ടുന്നത് ആ രീതിയിൽ എടുക്കുക എന്നല്ലാതെ നമുക്ക് ചെറിയ മക്കളെ പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. അവർ അപ്പോൾ വാശി, ഐറൂസ് ആണെങ്കിൽ എന്തെങ്കിലും പിടിച്ച് നിൽക്കുമ്പോഴേക്ക് വാശിയാണ്, കരച്ചിലാണ്. അപ്പോൾ അവൻ എങ്ങനെയാണോ നിൽക്കുന്നത് ആ രീതിയിൽ ഫോട്ടോ എടുക്കുക. ഇത് മാത്രമേ അവിടെ സെറ്റ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഒരു ഫോട്ടോഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട്. അവരവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ആ സമയം ഞങ്ങളിവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു. രണ്ടാമത്തെ ഡ്രസ്സ് ഇട്ട് വന്നു. ഇതാണ് ഗ്രേ കളറ് ഒരു ടച്ചുള്ള ഡ്രസ്സാണ് കേട്ടോ രണ്ടാമത്തെ ഫോട്ടോഷൂട്ടിനുള്ളത്. മോളുവിൻ്റെ ഡ്രസ്സ് ഈ ഒരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ആ ബ്ലൂ ആയിരുന്നു മോക്ക് ഇട്ടിട്ട് നല്ല ഭംഗി കേട്ടോ. അപ്പോൾ അതിട്ട് ഈ ഡ്രസ്സ് വന്നു. ഐറൂസിന് ആ വൈറ്റ്, പിന്നെ ആ ഒരു പല പല കളർഫുള്ളായിട്ടുള്ളൊരു ഈ ഒരു അതിൻ്റെ ഡ്രസ്സിൻ്റെ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ടോപ്പാണ്. അവനതിട്ടപ്പോൾ അതിൻ്റെ ജാട കണ്ട, അവൻ്റെ മുഖം കണ്ട, എന്തൊരു ജാടയാണ് എൻ്റെ മുത്തൂസിന്. ഓരോ ഡ്രസ്സിനും ഓരോ വാച്ചും സംഭവങ്ങളാണ്. ഇതിന് പച്ച കളർ വാച്ച്, മറ്റേ ബ്ലൂ കളർ വാച്ച്, ബ്ലാക്കിന് ബ്ലാക്ക് കളർ വാച്ച്, ഇങ്ങനെയൊക്കെ അടിപൊളിയാക്കിയിട്ട് തന്നെ ഐറൂസിൻ്റെ പിച്ച് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും നമുക്കും. പക്ഷേ നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒതുക്കി വെക്കുമല്ലോ. പക്ഷേ അതല്ല, അതൊക്കെ നമ്മൾ ഐറൂസിൻ്റെ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ. അങ്ങനെ അവരതാ ഓരോ സ്ഥലത്ത് നിന്ന് ഫോട്ടോഷൂട്ട് ആരംഭിക്കുന്നുണ്ട്. പിന്നെ ഐറൂസ് ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതുമ്മുനാണ് കേട്ടോ മുന്നിൽ നിർത്തിയിട്ടുള്ളത്. അവളിങ്ങനെ ചാടി കളിക്കുമ്പോൾ ഐറൂസ് ഭയങ്കരമായിട്ട് ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും അവരപ്പം തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ഞങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഇപ്പോഴാണ് ഈ പിന്നെ റിസോർട്ടിൻ്റെ മുക്കുമൂലൊക്കെ പോയി എല്ലായിടത്തും ഇവർ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ഞാൻ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നത് കേട്ടോ. ഒരുപാട് നല്ല നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമുണ്ട്. 2 സ്വിമ്മിംഗ് പൂളുണ്ട്. ഒരു സൈഡിലും 2 സൈഡിലായിട്ട് 2 സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഗേൾസിനും ബോയ്സിനും ഒരേ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ മടിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ആയിട്ട് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാവും. ഏതായാലും 2 സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവരിവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ്ടോ ഈ ഒരു കല്ല് പോലെയുള്ള ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ മക്കളെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു ഏരിയയൊക്കെ നല്ല കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നി. എവിടെ നോക്കിയാലും നമുക്കിപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഫോട്ടോസ് എടുക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ കണ്ടോ മക്കളൊക്കെ അവിടെ അതിൻ്റെ മുകളിൽ ഇരുത്തിയിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോഴും ഇവരിവിടെ തകൃതിയായിട്ട് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ആ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നടക്കുകയാണ്. കാരണം പെട്ടെന്ന് എൻ്റെ ആവശ്യത്തിന് വിളിച്ചാൽ നമ്മൾ ഓടിച്ചെല്ലണമല്ലോ. അപ്പം എന്താ പറയുക, മോളൂനും ഡ്രസ്സ് മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോളൂൻ്റെ ഹസ്ബൻഡിനും ഡ്രസ്സ് മാറ്റാനും അങ്ങനെ അവർ അതിൻ്റെ ബിസിയിലാകുമ്പോൾ ഐറൂസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് കേട്ടോ നോക്കട്ടെ. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷത്തിലാട്ടോ. നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഫുള്ളായിട്ട് ഐറൂസിന് കിട്ടുക എന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് 3ാമത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ ബ്ലാക്ക് ജുബയും പാൻറ്റാണ് കേട്ടോ 3ാമത്തെ കളർ കോഡ്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ചേരിയിൽ നിന്ന് ഉമ്മയും പിന്നെ എന്താ പറയുക നുജുമും വൈഫൊക്കെ ഞാനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അവർ വരുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം അവരുടെ അടുത്തേക്ക് വന്ന്. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് ചെയ്ത് വന്ന് അവളെ ഞാൻ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മിന്ത്രയിൽ നിന്ന് എടുത്തതാണ്, ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു കളർ നല്ല ഭംഗിയില്ല, ഗോൾഡൻ കളറും ഗ്രീനുമായിട്ട് നല്ല മാച്ച്. അപ്പോൾ ഞാൻ അവളെ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ താത്തൻ്റെ എന്തെങ്കിലും പൊക്കണേന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് കഴിഞ്ഞ പ്രാവശ്യം റിസോർട്ടിൽ നിന്ന് പോന്നപ്പോൾ എന്താ പറയുക ആ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചതുകൊണ്ടോ എന്താ അറിയില്ല, ഒരു പനി പോലെ ഉള്ളിലൊരു കുളിർ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും പനി സെറ്റായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉമ്മാൻ്റെ മുഖത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പം
എന്താ പറയുക ഇതുമോ നടക്കാൻ എളുപ്പത്തിന് വേണ്ടി ഷൂ ഒക്കെ ഊരിയിട്ട് ക്രോക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ അത് കാണിച്ചത് ഞാൻ ഷൂ അവിടെ വെക്കുന്നുണ്ട് എന്ന് കാണിച്ചു തന്നതാണ് ഇപ്പോൾ ഇത്. ഞങ്ങൾ വീണ്ടും ആ ഒരു ഐറൂസിനെ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും കൂടി ചെന്നു. അപ്പോൾ അവന് എങ്ങനെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, പിന്നെ അവരുടെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കണം. മഞ്ജരി ഉപ്പാക്കും ഉമ്മാക്കും സെപ്പറേറ്റ് റൂമുണ്ട്, പിന്നെ നുജൂമിനും നയനക്ക് വേറെ റൂമുണ്ട്. അങ്ങനെ ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒരേ ഭാഗത്ത് തന്നെയാണ്. നമ്പർ 1 ഞങ്ങൾ 2 പിന്നെ മോളും ഹസ്ബൻഡും, മൂന്നാമത്തേത് പിന്നെ മോളെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നാലാമത്തത് ഇമ്മിപ്പയും, അഞ്ചാമത്തത് നുജുമും ഞാൻ. അങ്ങനെയാണ് റൂം ഒക്കെ ഒരേ ഭാഗത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകാനും വരാനൊക്കെ എന്താ പറയുക എളുപ്പമായിരുന്നു. അപ്പം ആ റൂമും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കാണിച്ചു. എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഉമ്മാനെയും ഇപ്പാനെയും കൊണ്ടുവന്നത്. കാരണം ഞാൻ രാവിലെ ഞാൻ ഇവരൊപ്പം പോകുന്നല്ലോ, മോളൂൻ്റെ ഒപ്പം പോകുന്നല്ലോ, പിന്നെ ഞങ്ങളെ വണ്ടിയിലാണ് ഉമ്മയും മഞ്ചേരിയിൽ നിന്ന് എടുത്ത് അവരെ കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഐറൂസിൻ്റെ ഫോട്ടോഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ആ ഒരു ജുബ്ബിയും കാര്യം ഇട്ടില്ലേ, ആ ഡ്രസ്സ് ഇട്ടിട്ട് ഐറൂസ് മാത്രമേ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് മോളും ഹസ്ബൻഡും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫംഗ്ഷനുള്ള എന്താ പറയുക ഡ്രസ്സ് ഇടാൻ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ മക്രോണി ഉണ്ടാക്കി കഴിച്ചതാണ്. ഉച്ചയ്ക്ക് ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുഡ് ഉണ്ടാക്കാൻ നിന്നാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ, വേറെ ഒരു സംഭവത്തിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ പോരാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ആ മക്രോണി ഉണ്ടാക്കിയതിന് ഉച്ചയ്ക്ക് അവരെ തിരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ മക്കൾക്കൊക്കെ നല്ല വിശക്കണമുണ്ട്. അപ്പോൾ ഒരുവിധം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പിന്നെ ചായ കുടിക്കാൻ വന്നു. അപ്പോൾ ഇവിടെ അപ്പോഴേക്കും ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കോഫി വേണ്ടവർക്ക് കോഫി ഉണ്ട്, ചായ വേണ്ടവർക്ക് ചായ ഉണ്ട്. സ്നാക്സായിട്ട് എന്താ പറയുക പഴംപൊരിയാണ് കേട്ടോ. പഴംപൊരിയും എന്താ പറയുക വീട്ടിലുണ്ടാക്കുന്നത് എത്ര അടിപൊളിയാണെന്ന് മനസ്സിലായത് ഇവിടുത്തെ പഴംപൊരി കഴിച്ചപ്പോഴാണ് കേട്ടോ. കാരണം ഇവിടുത്തെ കുറച്ച് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ 2-3 കഴിച്ചു കേട്ടോ. കാരണം ഞാൻ രാവിലെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ മക്കളാണ് മക്രോണിയൊക്കെ കഴിച്ച് പോകുന്നത്. ഇവിടെ വന്നിട്ട് വെള്ളം മാത്രം ഇങ്ങനെ കുടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്, പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം ഐറൂസിന് റെഡിയാക്കാൻ വേണ്ടി റൂമിലേക്ക് ഓടുക, അവിടെ നിന്ന് റെഡിയാക്കിയതിന് ശേഷം വീണ്ടും അവരെ ഫോട്ടോ എടുക്കാൻ ഉള്ള സ്ഥലത്തേക്ക് ഓടുക. അതായത് അവിടെ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും വരാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. അപ്പോൾ അവിടെ പോയവർക്കൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെടുത്ത് ഇങ്ങനെ നടക്കുക, ഇതിലൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമറ ആൾക്കാരൊക്കെ ഞങ്ങളും ഇങ്ങനെ നടക്കില്ല. അപ്പോൾ നന്നായിട്ട് വിശക്കണതുകൊണ്ട് തന്നെ ഒരു ചായയും 2 പഴംപൊരിയും ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി അവരുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫംഗ്ഷനുള്ള ഡ്രസ്സ് ഇടണം. അപ്പോൾ ഇതാണ് എൻ്റെ നീനുട്ടിൻ്റെ ഡ്രസ്സ്. സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുതിയതാണെന്ന് പറയണമല്ലോ, പക്ഷേ എനിക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്ക് നീനുട്ടിക്ക് അത് വാങ്ങി. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഓറഞ്ചാണ് ഇതുമൂന് വാങ്ങിയതാണ്. അതാണ് ഇതുമൂൻ്റെ തലയുടെ അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഡ്രസ്സ് മാറ്റുമ്പോൾ ഐറൂസ് ഒന്നും ഉറങ്ങിയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലതാണ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ഒന്നുകൂടി അവന് ഫ്രഷ് ആവുമല്ലോ. അപ്പോൾ ആ ഒരു കേക്ക് കട്ടിങ് സമയത്തൊക്കെ അവന് കൂടുതൽ ആക്റ്റീവായി നിന്നോളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉണർത്തേണ്ട, നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് പാലൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റാക്കി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അവന് ഉറങ്ങുകയാണ്. ഇവിടെ മേക്കപ്പ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നീനുട്ടിയാണ് ഈ ഒരു ഫംഗ്ഷനുള്ള മേക്കപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സ്. വെൽവെറ്റിൻ്റെ ക്ലോത്താണ് മുൻഭാഗത്ത് കേട്ടോ. വെൽവെറ്റിൽ തന്നെ ആ ഒരു ഗിൽറ്റ് വർക്കൊക്കെ വരുന്ന ഒരു എന്താ പറയുക ലൈറ്റ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തിളങ്ങുന്ന സൈസ് അങ്ങനെയുണ്ട്. അധികം ഹെവി ആയിട്ടുള്ള വർക്കൊന്നുമില്ല, അങ്ങനെയുള്ള ക്ലോത്ത് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടോ. ഷാളുമിൽ നമ്മൾ ലേസൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക അങ്ങനെ ഷാൾ ഒരു വെറൈറ്റി മോഡൽ ഈ ഒരു രീതിയിൽ ഇട്ടിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അവളുടെ മഹറൊക്കെയാണ് കേട്ടോ അവളിട്ടത്. അപ്പോൾ അവൾക്ക് മഹറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് 18 പവനാണ് കേട്ടോ അവൾക്ക് മഹർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒരുവിധം ഒക്കെ ഇവിടെ ഫംഗ്ഷന് പോകാനുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു മഹറിൽ തന്നെ ഉണ്ടാവും. കാരണം രണ്ട് മാലയും പിന്നെ ഒരു വളയും പാദസരവും മോതിരവും കമ്മലും ഇതായിരുന്നു അവളുടെ മഹർ കേട്ടോ അവൾക്ക്. അപ്പോൾ അതൊക്കെ ഇന്ന് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴാണ് അവൾ ഇടാറുള്ളൂ, അല്ലാതെ ഇടാറുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന മാലയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് തന്നെ അവൾ ഒരുങ്ങിയിട്ടുണ്ട്. നീനുട്ടിൻ്റെ മേക്കപ്പും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട്, മേക്കപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ അവൾ റെഡിയായി മാറ്റിയൊക്കെ സെറ്റ് ആയി വന്നപ്പോൾ എന്താ പറയുക കുറച്ച് ഫോട്ടോ കൂടി എടുക്കാനുണ്ട്. ഒരു 3 ആൾ നിൽക്കുന്ന മോളും
ഹസ്ബൻഡും പിന്നെ ഐറൂസ് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ അപ്പുറത്തെ റൂമിലേക്ക് പോയി. അപ്പോൾ ആ നേരെ അപ്പോഴാണ് തുത്തു വന്നത് കേട്ടോ. അപ്പോൾ തുത്തും മക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്, തുത്തുൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും വേഗം റെഡിയായി. പിന്നെ ഇതാണ് എൻ്റെ മോളിൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്ന ഡ്രസ്സ്. അപ്പോൾ അതൊക്കെ ഇട്ട് അപ്പോൾ ഇട്ടപ്പോൾ കുറച്ച് മേക്കപ്പൊക്കെ നീനുട്ടി എൻ്റെ മുഖത്തും തേച്ച് തന്നിട്ടുണ്ട്, ലിഫ്റ്റിക്കും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം തള്ളി മറിച്ച് നിന്ന്. ഞങ്ങൾക്ക് പിന്നെ എവിടെ കിട്ടിയാലും ഇഷ്ടമ്പോൾ സംസാരിക്കാൻ വിഷയമില്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. സംസാരിച്ചിരുന്ന് പിന്നെ അവസാനം ഞങ്ങളെ വിളിച്ചു കൊണ്ടുവരാണ് കേട്ടോ. അവിടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വിളിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാം അടിപൊളിയാക്കി ഒരുക്കിയിട്ടിട്ടുണ്ട്. അതിന് ചുറ്റുഭാഗവും ലൈറ്റും കാര്യങ്ങളും അതിലിങ്ങനെ മോളും ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ബ്ലാക്ക് കളറിൽ അവൾ കൂടുതൽ ഒരു സുന്ദരിയായിട്ട് തോന്നി. പിന്നെ എന്താ പറയുക, എല്ലാവരും ഒരു ഫംഗ്ഷൻ ഇങ്ങനെ രാത്രിയുള്ള ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നിലേക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റൊക്കെയാണ് കൂടുതൽ ഭംഗിയെന്ന്. അപ്പം ബ്ലാക്ക് ആദ്യം അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളുവിന് അങ്ങനത്തെ ക്ലോത്തും കാര്യങ്ങളൊക്കെ വാങ്ങി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഐറൂസിൻ്റെ എൻട്രി തുടങ്ങുകയാണ്. അവർ ജീപ്പിലൊക്കെ കയറി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ അതാണ്ടോ ഇഷ്ടംപോലെ ക്യാമറമാൻമാർ, അവർ ആരാ സെലിബ്രിറ്റി ആ ഒരു രീതിയിലാണ് ചുറ്റുഭാഗം ക്യാമറമാർ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ അത് നോക്കി അപ്പുറ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി അവനാ വണ്ടിയിൽ ഇരിക്കില്ല എന്ന്, കാരണം ഇത്രയും തിരക്കും ബഹളവും പിന്നെ പാട്ടും ഇട്ടിട്ടുണ്ട്. അവൻ വരുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പാട്ടും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കരുതി അവൻ കരയുമെന്ന്. എവിടെ അവൻ ആരാ മോൻ, നല്ല അടിപൊളിയായിട്ട് ചിരിച്ച് സുന്ദരനായിട്ട് അവൻ വന്നിട്ട്. അപ്പോൾ അവൻ വരുമ്പോൾ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല പുത്തിരിയൊക്കെ പോലെ ഇങ്ങനെ ആ ഒരു ലൈറ്റൊക്കെ കത്തുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഇതിൻ്റെ വീഡിയോ ഒക്കെ അവർ എടുക്കുന്നുണ്ട്. അതൊക്കെ ഇനി നമുക്ക് വഴി കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടാം കേട്ടോ. കാരണം നമ്മളെടുക്കുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയറായിട്ട് ക്യാമറ ആ ഒരു ക്യാമറയിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഇതിപ്പോൾ അത്രയും ദിവസം അവരുടെ വീഡിയോസ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ ഐറൂസ് നിന്നെടുത്തു. ഒരു അലമ്പുമില്ല. അവൻ വണ്ടിയിൽ കയറി ഒരു പേടിയോ കൂസലോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ നല്ല അടിപൊളിയായിട്ട് ഇതാ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് തന്നെ പിന്നെ ആ വണ്ടിയിൽ നിന്ന് എടുക്കാനാണ് കുറച്ച് പാടുപെട്ടത്. കരച്ചിലും പിഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതായാലും ഒരു വിധം എടുത്ത് കേക്ക് കട്ടിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ രണ്ട് സൈഡും അപ്പോഴും നമ്മളിവിടെ ഈ ഒരു എന്താ പറയുക സംഭവം കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യണേ. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല അടിപൊളി പാട്ട് പിന്നെ സ്പീക്കറിൽ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തം ഒരു വൈബായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എങ്ങനെ ഇപ്പോൾ പറയാനറിയില്ല. അപ്പോൾ പാട്ടുണ്ടാകുമ്പോൾ നമുക്കത് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വയ്യല്ലോ. അപ്പോൾ ഞാൻ കോപ്പിറൈറ്റോ കാര്യങ്ങൾ വരെ ഇത് കരുതിയിട്ടാണ് പാട്ട് ഇതിൽ ഉൾപ്പെടുത്താതെ കേട്ടോ. നല്ല അടിപൊളി പാട്ടും എല്ലാവരും കൈ കൊട്ടിയിട്ടും ഒരു ഒരു വൈബായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ചുറ്റുഭാഗമുണ്ട്. ഞാൻ അവരുടെ വീഡിയോസൊന്നും അധികം എടുക്കാത്ത എന്താ വെച്ചാൽ ചിലർക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ വരുന്നത് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ പറയുക അധികം കണ്ട് എല്ലാവരുടെയും വീഡിയോസിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അങ്ങനെ ഒരു ബാക്കിൽ നിന്നൊക്കെ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ വരുന്നത് ഇഷ്ടമില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അപ്പം ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ കയറി. ഞാനും ഹസ്ബൻഡും ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഫോട്ടോ എടുത്തു വന്നു. അത് പിന്നെ അധികം വീഡിയോ എടുത്ത് തരാനൊന്നും ആളില്ലാത്തതുകൊണ്ട് തുത്ത് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അതായിരുന്നു ഞാൻ ഇതിലിട്ടത് കേട്ടോ. പിന്നെ അടുത്തത് തുത്ത് കയറി. അവളാണെങ്കിൽ അടിപൊളി ഗിഫ്റ്റായിട്ടാണ് വന്നത്. നമ്മളെയൊക്കെ വെട്ടിച്ച് അവൾ നല്ല സ്വർണ്ണത്തിൻ്റെ നല്ല കൈച്ചെയിനൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഗിഫ്റ്റൊക്കെ അതാ അവിടെ കൊടുത്ത് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവൾ ഇറങ്ങിയതിൻ്റെ പിന്നാലെ പിന്നെ ഉമ്മയും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടി കയറി കേട്ടോ. അവരും ഉമ്മയും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നുജുമും ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു, തുത്തും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഭാഗത്തു നിന്ന് തന്നെ. പിന്നെ മോളെ ഹസ്ബൻഡിൻ്റെ അവിടെ നിന്നും ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മയും ഗിഫ്റ്റ് കൊടുത്തു, ഫോട്ടോസൊക്കെ എടുത്ത് ഐറൂസിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് മടങ്ങി. അപ്പോൾ ഇവിടെ നുജുമും ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നോ. ഇവർ രണ്ട് ഇറങ്ങിയിട്ട് അവരണ്ട് കയറിയിട്ട്, കാരണം ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടും എടുക്കുക. ഇവർ ഞാനും നുജുമും കൂടി ഗിഫ്റ്റ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കയറിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അതൊന്നും എന്താ പറയുക, ആ സമയത്ത് ഞങ്ങളെ ഫോട്ടോ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ ഒരു ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് മൊത്തത്തിൽ കയറി അടിപൊളിയായിട്ട് എല്ലാവരും ഉള്ള ഒരു ഫോട്ടോ. കുറേ കാലമായിട്ട് ഞങ്ങളങ്ങനെ എന്താ പറയുക കുറച്ചൊരു
എല്ലാവരുള്ള ഫോട്ടോ കിട്ടാറില്ല. ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഗ്യാപ്പ് ഒഴിവായിട്ടുണ്ടാവും. പിന്നെ തുത്തൂൻ്റെ ഹസ്ബൻഡിന് തന്നെ അധികം ഓരോ ഇങ്ങനത്തെ ഞങ്ങളെ ഫംഗ്ഷനൊന്നും അധികം കിട്ടാറില്ല കേട്ടോ. കാരണം അവന് ഓരോ തിരക്കായിട്ട് എപ്പോഴും ഓരോ സ്ഥലത്തായിരിക്കും. ഒന്നില്ലെങ്കിൽ ഓരോ ട്രിപ്പായിട്ട് ബിസിനസ്സിൻ്റെ ആൾക്കാരാകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ഫോട്ടോസ് അങ്ങനെയാണ് എല്ലാം കൂടെ അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ സാധിച്ചു. എല്ലാവരും കൂടി നിന്നുള്ള ഫോട്ടോ ഒക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇനി ഓരോരുത്തർ പുതിയ പുതിയ ആൾക്കാരൊക്കെ കയറി ഫോട്ടോ എടുക്കട്ടെന്ന് കരുതി ഞങ്ങൾ കുറച്ച് ബാക്കിലായിട്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഇതാ ഒരു വലിയൊരു ഗിഫ്റ്റായിട്ട് അത് മോളെ ഹസ്ബൻഡിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഉള്ള സ്റ്റാഫുകളൊന്നായിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അവരൊക്കെ കൂടെ അതായിട്ട് വന്ന് സ്റ്റേജിൽ നിന്ന് അതൊക്കെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തുത്തൂന് വേഗം പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഫുഡ് വേഗം കഴിക്കാൻ പോന്നു. പക്ഷേ തുത്തൂനും ഹസ്ബൻഡിനൊക്കെ ഇവിടെ മക്കൾക്കൊക്കെ നിൽക്കാൻ വേണ്ടി ഇവിടെ റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞ പോലെ തന്നെ തുത്തൂൻ്റെ ഹസ്ബൻഡിന് സുജിക്ക് ബിസിനസ് പരമായിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വേഗം വന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ പോണതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ആദ്യം ഫുഡ് കഴിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലൊക്കെയാണ് ഞങ്ങൾ വേഗം വന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വെച്ചാൽ ഇതവിടെ ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, പിന്നെ നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ടുള്ള ഗീ റൈസ് ഉണ്ട്, പിന്നെ വൈറ്റ് റൈസും ഉണ്ട്. അതിലേക്ക് ചിക്കൻ കറി, ബീഫ് കറി, വെജിറ്റബിൾ കറി, പനീർ, പിന്നെ കോളിഫ്ലവർ പൊരിച്ചത്, പച്ചക്കറി, എല്ലാം എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്, മീൻ കറി, ചിക്കൻ കറി എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ സൂപ്പ്, പായസം, എന്താ പറയുക ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇനി ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ചെറുപയർ മുളപ്പിച്ചത്, മമ്പയർ മുളപ്പിച്ചത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതും ഉണ്ട്. സലാഡ് ഐറ്റംസ് അങ്ങനെയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അല്ലാതെ എങ്ങനെ പറയാം, ഒരു സംഭവം ഇല്ല എന്ന് പറയാനില്ല. നല്ല പപ്പടവും തൈര്, ചമ്മന്തി, അച്ചാർ ഇങ്ങനെയുള്ള ഐറ്റംസും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പൊറോട്ട എടുത്തിട്ടുണ്ട്, ചെറിയൊരു പൊറോട്ട ഉണ്ട്, അതെടുത്തു. പിന്നെ കുറച്ച് ഗീ റൈസ് എടുത്തു, അതിലേക്ക് പനീർ, പിന്നെ ചിക്കനാണ്, അങ്ങനെ എല്ലാം കുറേശ്ശെ എടുത്തിട്ട് പോന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡയറ്റൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ നാളെ മുതൽ എന്തായാലും സ്ട്രിക്റ്റായിട്ട് തന്നെ തുടങ്ങും. അപ്പോൾ ഞാൻ ഒരു 10-ാം തീയതി ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് തുത്തു പോകാനൊരുങ്ങാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ രാത്രി ഒരുപാട് നേരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും രാത്രിയൊക്കെ പറഞ്ഞ് മടങ്ങാണ്. അവൾ കോഴിക്കോടാണ്, ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് പോവാനും. അങ്ങനെ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഐറൂസിന് പാൽ കൊടുക്കാൻ അവന് ഈ ഒരു കേക്ക് കട്ടിങ് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണം വന്നു, അവന് കരച്ചിലൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിൽ പോയി അവന് പാൽ കൊടുത്തു. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് സെറ്റാക്കി വന്നപ്പോഴേക്കും ഇവിടെ ക്യാമ്പ് ഫയർ ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കത്തിച്ചിട്ട് വിറകൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ നടുവിലായിട്ട് ചുറ്റുഭാഗവും കസേരയൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇരിക്കുക. അതായത് നമ്മൾ മാത്രമല്ല, മോളെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലി, അങ്ങനെ മൊത്തത്തിലെല്ലാവരും. പിന്നെ ഈ പ്രോഗ്രാമിന് വന്ന എല്ലാവരും ഇവിടെ ഒന്നായിട്ട് റൗണ്ടിൽ ഇരുന്നിട്ട് സംസാരിച്ചിരിക്കുക. ഞാൻ ഏകദേശം ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആക്കാം. കാരണം ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ അവൻ്റെ ഒരു ജനനം എന്നതിനപ്പുറം എല്ലാവർക്കും കൂടി ഒന്ന് കൂടാനും അതിൽ വളരെയധികം എൻജോയ് ചെയ്യാനും പറ്റും. അതിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. ഇനി കുറേ ആളുകൾ ഇതിലേക്ക് വരാനുണ്ട്. അങ്ങനെ അൻസാർ തന്നെ ആദ്യം ഒരുപാട് നേരം എല്ലാ ഫീലിങ്സും ഒക്കെ സംസാരിച്ച് നേരെ പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ടി വിയിൽ ഐറൂസിൻ്റെ ജനനം തൊട്ട് ഇപ്പോൾ ഈ ഒരു വയസ്സാവുന്നത് വരെയുള്ള ഓരോ നിമിഷങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ആ ഒരു പ്രസവിക്കുന്ന ആ ഒരു ടൈം, പിന്നെ ഐറൂസിനെ വാങ്ങുന്നത്, അന്നത്തെ ഹോസ്പിറ്റലിൽ നടന്ന ഓരോ കാര്യങ്ങളും, അതുപോലെ തന്നെ അവൻ്റെ മുടി കളയൽ, ഓരോ പോയിൻറ്റും നമ്മളിപ്പോൾ എന്തൊരു ഫോണൊക്കെ എപ്പോഴും കയ്യിലും ഉള്ളതുകൊണ്ട്
ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെക്കുമല്ലോ. അങ്ങനെ ആ വീഡിയോസ് ഫുള്ളായിട്ട് ഓരോ ഘട്ടങ്ങളായിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ലൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക ഒരു അവസ്ഥയാണ് കേട്ടോ. നമുക്ക് അതൊക്കെ എല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ഉള്ളിലൊരു വിങ്ങലും ഒരു കണ്ണ് നിറയാൻ സ്നേഹം കൊണ്ടുള്ള ഒരു കണ്ണ് നിറയലൊക്കെ എന്തായാലും വരും കേട്ടോ. അങ്ങനെ ഒരു ഫീലായിട്ട് കേട്ടോ എല്ലാവരും ചുറ്റുഭാഗം ഇരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ കാണുക എന്ന് പറയുമ്പോൾ ഒരു നല്ല അടിപൊളി ഫീലായിരുന്നു കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഐറൂസിനെ പറ്റി 1-2 വാക്കൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ കയ്യിൽ മൈക്ക് കൊടുത്ത് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഇതിൽ ഉൾപ്പെടുത്താം. ആദ്യം പെട്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എല്ലാവരും സംസാരിക്കുന്നുണ്ട്, പറയൽ നിർബന്ധമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. അവൾ വീഡിയോ എടുത്ത് അപ്പോൾ തന്നെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താമെന്ന് കരുതി കുറച്ച് കേൾപ്പിക്കാം. ഞാൻ ഒരു ഫസ്റ്റ് വലിയമാക്കിയത് ഓനാണ്. ഇനിയിപ്പോൾ എത്ര പേരെ കുട്ടികൾ വന്നാലും അത് ഇനി ആരും ആവില്ല. ഒരു മധുരം തിരിച്ചറിഞ്ഞത് ഓൻ്റെലൂടെയാണ്. പിന്നെ എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു ആൺകുട്ടിനെ കിട്ടി അത്ര ഒരു സന്തോഷം. അപ്പോൾ കൂടി ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ അവനൊരു വയസ്സായി എല്ലാവരും കൂടി ഇങ്ങനൊരു അടിപൊളിയായിട്ട് ആഘോഷിച്ചതിന് ആദ്യം അവൻ്റെ അപ്പച്ചനോടും അമ്മച്ചനോടൊക്കെ അതിനൊരുപാട് താങ്ക്സ് പറയാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ എൻ്റെ തള്ളലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും ഇപ്പയും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിച്ചിട്ട് സമയം എത്ര ആയിന്ന് 11:58 12 മണി തന്നെ. പിന്നെ ഞങ്ങൾ ഫ്രഷായി ഒന്ന് കിടന്നപ്പോഴേക്കും ഏകദേശം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമ്മൾ നാളെ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.